ഹലോ ഗൈസ്, ഷിഹാൻസ് വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാനെന്നുള്ളത് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം ഞാൻ പോകുന്നത് വിസ്മയിലാണ്. അപ്പം നമുക്ക് ഇനി വിസ്മയിലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം ഇവിടെ വച്ചിങ്ങനെ ഹലോ ഗായ്സ്, അപ്പം ഞാനങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തിക്കൊണ്ട് ട്രെയിൻ കയറാൻ. അപ്പോൾ ഗായ്സ്, നമ്മളങ്ങനെ ട്രെയിനിലും കാര്യങ്ങളൊക്കെ കയറി കണ്ടിട്ട് നല്ല മനോഹരമായ കാഴ്ചയുണ്ട്, നല്ല വൈബ് ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ കുറേ നേരം ഞാൻ നിന്നു. പിന്നെ ഒരുത്താത്ത എനിക്ക് സീറ്റ് തന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് കുറേ ടൈം ഞാൻ കാലാവസ്ഥ അങ്ങനെയൊക്കെ നോക്കി. എൻ്റെ അടുത്ത് ഏതെല്ലാം ഒരു ചേട്ടൻ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നു ഇതേതാ ചേട്ടൻ. ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഏണ്ട് വെക്കുക, പിന്നെ ചിരിക്കൽ, നല്ലൊരു ചിരിയും കാര്യങ്ങളൊക്കെ ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പം എനിക്ക് മിഠായി വാങ്ങിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ മിഠായി കഴിച്ച് മിണ്ടാണ്ടൊരു ഭാഗത്തൊക്കെയാണ് മിഠായി വാങ്ങിച്ചതിനെക്കൊണ്ട്. നമ്മൾ വിസ്മയിലൊക്കെ ഉള്ളൊരു ട്രെയിനിലാട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ മിഠായി വാങ്ങിയത് കേട്ടോ. പാപ്പച്ചി അവിടുന്ന് മറ്റേത് വാങ്ങിയാണ് 7up കുടിക്കാൻ. ഇവിടെ എത്തിയിട്ട് കൗണ്ടറിൽ നല്ല തിരക്കാണ്. ടിക്കറ്റൊക്കെ കിട്ടിയോ. അങ്ങനെ ഞങ്ങൾ വിസ്മയ കയറി. ഞങ്ങൾ വിസ്മയിൽ വന്നിട്ടുണ്ടാകും. എത്ര ആൾക്കാരുടെ കമൻറ്റ് ചെയ്യട്ടോ, എത്ര ആൾക്കാരുള്ള പറയട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് സബ്സ്ക്രൈബ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ലൈക്സ് ഉണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ കയറി. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു പശുവിൻ്റെ തലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കി കേട്ടോ. വെക്കേഷൻ അതിനൊക്കെ ഉണ്ട്. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നടക്കാനിങ്ങനെ നല്ല പേടിയാണ്. ഞാനിങ്ങനെ പേടിപ്പിച്ചിട്ടാണ്. ഞാൻ നല്ല രീതിക്കും കാര്യങ്ങളൊക്കെ പേടിച്ച്. പിന്നെ ഞാനാണെങ്കിൽ വേറെ റൈഡിൽ കയറാൻ നോക്കാം. ഒരു കറങ്ങുന്ന പോലുള്ള ഒരു റൈഡിൽ ചെറിയ കുട്ടികളോട് പക്ഷെ ഞാൻ വലുതാണ്. ഒരു കാണാണ്ടിയാണ് ഞാൻ കയറി. ഞാനിപ്പോൾ 5-ലാട്ടോ. അപ്പോൾ ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഡ്രസ്സും മറ്റേ കുപ്പായിട്ടിട്ടാണ് വന്നത്. മെസ്സിൻ്റെ ആൾക്കാരാണോ റൊണാൾഡോൻ്റെ ആൾക്കാരാണോ കമൻറ്റ് ചെയ്യട്ടോ എല്ലാവരും. അന്നപ്പോൾ ചെറിയ കുട്ടികൾ അങ്ങനെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതടിച്ച് ഇനിയാണ് ഇങ്ങനെ കറങ്ങി. ഞാനാണ് അതിൻ്റെ അകത്ത് കൂടി ഏണ്ട് നോക്കിയപ്പോൾ ഏണ്ട് വെക്കാൻ പറ്റിയില്ല. അങ്ങനെ എന്തോ ആണ്. എന്നിപ്പോൾ ഇതാ ഉള്ളിലൊക്കെ തലട്ടെ. പിന്നെ ആണെങ്കിൽ ചങ്ങലവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ കറങ്ങുന്ന പരിപാടിയിലട്ടോ. അപ്പോൾ ആദ്യം തന്നെ മെല്ലെ പോകുന്നുണ്ട്. മെല്ലാണ് പോകുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. മെല്ലെ പോകാൻ നല്ല വൈബും ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ദൂരമായിട്ട് ഞാനിപ്പോൾ ഉള്ളത്. അതായത് ഞാനിപ്പോൾ ഇത്തിരി മുകളിലൊന്നുള്ളൂ. ഒരു എൻ്റെ ബാപ്പച്ചിൻ്റെ ഒക്കെ അത്രയുള്ള നീളത്താണ്. പിന്നെ ഉച്ചയായി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അത് കഴിഞ്ഞ് ഞാൻ വെള്ളത്തിൽ നീന്താൻ പോകും. അത് ഞാൻ ബിരിയാണി ആയിട്ടോ വാങ്ങിയത്. ഇവിടുത്തെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ നടന്ന് എന്തെല്ലോ തിന്നൊക്കെ പോവുകയാണ്. പിന്നെ ഞാൻ ട്രെയിനിൽ കയറി. വെള്ളത്തിൽ കുടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. കുറേ സ്വിമ്മിങ് പൂളിൽ കളിച്ചിട്ടോ. പിന്നെ ഞാൻ ആടെയുള്ള ട്രെയിനിലൊക്കെ കയറി. അവിടെ പ്രേതത്തിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തണ്ണിമത്തനിലൊക്കെ കയറിയിരുന്നു. അത് ഞാൻ പൊട്ടിച്ച് എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് നടക്കുകയാണ്. ഉമ്മാക്ക് നടക്കാൻ കഴിയാണ്ട് വാപ്പച്ചിനെ പിടിച്ച് നടക്കാണ്. ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കാറ്റായി മഴയായി എന്നും പറഞ്ഞിട്ടുള്ളൊരു
വീഡിയോ ആണ്, ഷോർട്സിലാട്ടോ ഇട്ടത്. ഇത് എത്ര ആൾക്കാർ കണ്ടിരിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പിന്നെ ഇന്ന് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. 6 മണിയായിട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പം 5 മണിയായിട്ടേക്കോ, സമയം അങ്ങനെ പോലെയാണ് കാണുന്നത്. ഇല്ലില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുക നമ്മൾ ബസ്സിൽ മറ്റേ ടൂറിസ്റ്റ് ബസ്സിലേക്കും വന്നത്, പക്ഷേ നമ്മൾ ട്രെയിനിലും പിന്നെ ഇവിടുത്തെ മറ്റേ സാധാ ബസ്സായിരുന്നില്ല, കണ്ണൂർ വിസ്മയ എന്ന് പറയുന്ന ബസ്സിലാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്ര ആൾ ബൈ.